ഹലോ ഗെയ്സ്, ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസം നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലായിരുന്നു. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു കണ്ടന്റ് ഇല്ലായിരുന്നു. ഇനി എന്തായാലും റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു 3 ദിവസത്തിൽ ഈ സ്പോർട്സ് കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ എന്താണ് നടന്നത്, മൊത്തത്തിലുള്ള ഇൻഫോ എന്താണെന്ന് എന്തായാലും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ SA2 രണ്ട് ചെസ് പ്ലേയേഴ്സിനെ ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് SA2 അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതും ഇന്ത്യയിൽ ടോപ്പ് 10 റാങ്കിങ്ങിൽ നിൽക്കുന്ന രണ്ട് പ്ലേയേഴ്സിനെ. അരവിന്ദ് വേൾഡ് ലെവലിൽ 11ാമത്തെ റാങ്കിങ്ങിലും നിഹാൽ വേൾഡ് ലെവലിൽ 40ാമത്തെ റാങ്കിങ്ങിലുമാണ് നിൽക്കുന്നത്. SA2 ടീം ഇന്ത്യയും ഈ ഒരു സ്പോർട്സ് വേൾഡ് കപ്പിൽ എത്രത്തോളം അടിപൊളിയായിട്ട് ചെസ്സിലൊക്കെ കളിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പോർട്സ് വേൾഡ് കപ്പ് ജൂലൈ 10 മുതൽ ആഗസ്റ്റ് 23 വരെയാണ് നടക്കുന്നത്. അതിന്റെ മൊത്തം ഷെഡ്യൂൾ, ഏതൊക്കെ ഗെയിം ഏതൊക്കെ സമയത്താണ് നടക്കുന്നത് നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 24 ഗെയിമുകൾ ഈ ഒരു 1.5 മാസത്തോളം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വേറന്റിലാണ് ഈ ഒരു ഇവന്റ് തുടങ്ങുന്നത്. ഓഗസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് പബ്ജി മൊബൈലിലെ വേൾഡ് കപ്പും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ BGMI തേർഡ് പാർട്ടി ഇവന്റ് TMG ഗെയിമിംഗ് കണ്ടക്ട് ചെയ്യുന്ന കരീബിയൻ ക്ലാഷ് 6 ലക്ഷം രൂപ പ്രൈസ് പൂൾ ചെയ്യുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 3 മത്സരങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ലിഖിത സ്പോർട്സ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ 33 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 164 പോയിന്റ് ഒരു ആഷ് 1 പൊസിഷനിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. മെഡൽ സ്പോർട്സ് നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. ഡേ 3 69 പോയിന്റാണ് അവർ സ്വന്തമാക്കി. അങ്ങനെ 159 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, നിങ്ങൾ അവരുടെ കോച്ചാണ് IGL ആയിട്ട് കളിക്കുന്നത്, എന്നിട്ടും അവർ ടോപ്പ് ലെവലിൽ അവർക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തേർഡ് ടീം ആര്യ നിൽക്കുന്നത് 148 പോയിന്റായിട്ട്. 9ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത് 90 പോയിന്റുമായിട്ട്. മിത്ത് സ്പോർട്സ് ഡേ 3 55 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 88 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട്. ഗോളിലേക്ക് 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 81 പോയിന്റുമായിട്ട്. ഇനിയും ഒരു ദിവസമാണ് ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഉള്ളത്. അതിനുശേഷം നമുക്കറിയാം ആരായിരിക്കും ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരെ എന്നുള്ളത്. TMG ഗെയിമിങ്ങിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BGMI റിലേറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ പോകുന്നുണ്ട്. BGMI ബാൻ ആവുന്നുണ്ടോ, BGMIക്കെതിരെ FIR പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം iOS യൂസേഴ്സിന് BGMIയിൽ കുറെ ലാഗും ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ നമ്മുടെ BGMIയുടെ പേര് ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോ ആണ് നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ഇപ്പോൾ BGMI ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിം എന്ന് പറഞ്ഞിട്ട് കുറെ പേർക്ക്, ചില യൂസേഴ്സിനൊക്കെ പ്ലേ സ്റ്റോറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നെയിം ചേഞ്ച് ആയത്. ആപ്പ് സ്റ്റോറിൽ ഇപ്പോഴും നെയിം ചേഞ്ചോ കാര്യങ്ങളോ വന്നിട്ടില്ല. ചില ആൾക്കാർക്ക് മാത്രമാണ് പ്ലേ സ്റ്റോറിൽ അങ്ങനെ കാണിക്കുന്നത്. ബഗ്ഗാണോ, അത് ശരിക്കും ക്രാഫ്റ്റിന് BGMIയുടെ പേര് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ് ബാറ്റിൽ റോയൽ ഇന്ത്യൻ ഗെയിമിന്റെ ഇൻഡസ് ഇന്റർനാഷണൽ ടൂർണമെന്റ് പവർ പ്ലേ 25 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് മൊത്തത്തിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് അതിന്റെ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അവിടെ സീറോ ഗ്രാവിറ്റി 207 പോയിന്റുമായിട്ട് ആ ഒരു ചാമ്പ്യന്മാരായിരിക്കാണ്. 10 ലക്ഷം രൂപയാണ് അവര് സ്വന്തമാക്കിയിട്ടുള്ളത്. മാർക്കോസ് ഗെയിമിങ് സെക്കൻഡ് എത്തി 4 ലക്ഷം രൂപ സ്വന്തമാക്കിയാൽ ലിഖിത സ്പോർട്സ് 144 പോയിന്റായിട്ട് തേർഡ് എത്തി 3 ലക്ഷം രൂപ സ്വന്തമാക്കി. ബ്ലൈൻഡ് സ്പോർട്സ് ഡേ 1 5ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു, ഡേ 2 കുറച്ച് താഴേക്ക് പോയി 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 50,000 രൂപ അവരും സ്വന്തമാക്കി. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടതിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ ഇതിന്റെ മെയിൻ ഇവന്റ്, അതായത് ഇൻഡസിന്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സും ഈ ഒരു ബിഗ് ലാൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. മെയ് 18 ആ ഒരു ലാൻ ഇവന്റ് വരുന്നത്. 2 കോടി രൂപയാണ് പ്രൈസ് പൂളും വരുന്നത്. ഫസ്റ്റ് ഇൻഡസിന്റെ ലാൻ ഇവന്റ് ആണ് നമുക്ക് ബ്ലൈൻഡ് സ്പോർട്സ് ക്വാളിഫൈ ആവുന്നതും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും മെയ് 18 നമുക്കിനി ആ ഒരു ലാൻ ഇവന്റ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BGMIയിലെ ലൈനപ്പ് ചേഞ്ചുകൾ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. നമ്മളെ സാറക്സ് കളിക്കുന്ന ലിഖിത സ്പോർട്സിൽ ആൾറെഡി നിയോ ഫെയർവെൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സൈറക്സും ലിഖിത സ്പോർട്സ് ഒന്നും ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം BGSൽ സാറക്സ് ലിഖിത സ്പോർട്സിൽ അത്ര നല്ലൊരു കളി അല്ലെങ്കിൽ മാച്ചുകളൊന്നും കളിക്കാനായിട്ട് സാധിച്ചില്ല. പ്ലെയിങ് 4 സാറക്സിന് അധികം ഇടം നേടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒഫീഷ്യലി സാറക്സിന്റെ ഫെയർവെൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി സാറക്സ് ഏത് ടീമിലായിരിക്കും കളിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും വമ്പൻ ചേഞ്ചുകളാണ് ലിഖിത സ്പോർട്സിലും നടക്കുന്നത്. ലിഖിതയിൽ ഇനി പുതിയ ഏതൊക്കെ പ്ലേയേഴ്സ് വരുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിനോടൊപ്പം തന്നെ നമ്മളെ ട്രോയ് തമിഴാസിന്റെ പ്ലേയേഴ്സിനെയും അവർ ഫുള്ളി റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ ആ ഒരു മൊത്തം ലൈനപ്പിനെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ ഏത് ലൈനപ്പിലേക്കാവും പോവുക, ട്രോയ് തമിഴൻസ് ഏത് ലൈനപ്പ് ആയിരിക്കും എടുക്കാമെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഫീനിക്സ് സ്പോർട്സിലെ ഫ്യൂരിയെയും അവർ ഒഫീഷ്യലി ഫെയർവെൽ നൽകി
റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ അണ്ടർഡോഗ് ലൈനപ്പ് ആയിരുന്നു. അവർ അവിടെ നിന്നും വന്നിട്ടാണ് ഈ ഒരു T1 ലെവലിലേക്ക് എത്തിയത്. ഇപ്പൊ ഫ്യൂരിനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ പ്ലേയേഴ്സ് ആരായിരിക്കും ഫീനിക്സിലേക്ക് വരുന്നതെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. പത്ത് ദിവസം വരെ ബൈ ഗൈസ്.